Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാൻ ജയകൃഷ്ണൻ. ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ സെയിൽസ് പേഴ്സൺ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത് നമ്മൾ ആദ്യം പറഞ്ഞു. ആ കസ്റ്റമർ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കേൾക്കണം, ലിസൺ ചെയ്യണം. കസ്റ്റമറെ നന്നായിട്ട് ലിസൺ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത്. കസ്റ്റമർ എന്തിൽ നിൽക്കുന്നു? വില കൂടുതലാണ്, അല്ലേ? വില കൂടുതലാണ് എന്ന ആ ഒരു ഫോക്കസിലൂടെ കസ്റ്റമർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിന് വില കൂടുതലാണ്. എന്തുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങാതിരിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് വില കൂടുതലാണ്. ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? പരസ്പരമുള്ള വിശ്വാസത്തിലൂടെ, ആരുടെയൊക്കെ വിശ്വാസത്തിലൂടെ? ആ സെല്ലറുടെയും പ്രോഡക്റ്റ് വാങ്ങുന്ന ആ കസ്റ്റമറുടെയും വിശ്വാസത്തിലൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്ന് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെയിൽ പ്രോസസ്സ് ഫിനിഷ് ചെയ്യുക, അത് ക്ലോസിങ് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം നമ്മൾ പറഞ്ഞു ലിസൺ ചെയ്യണം. രണ്ടാമത് കസ്റ്റമർ ലിസൺ ചെയ്ത ശേഷം കസ്റ്റമർ പറയുന്നു വില കൂടുതലാണ്. ഈ ഒബ്ജക്ഷനെ നമ്മൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് തരണം ചെയ്ത് പോകണം എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കസ്റ്റമർ നിങ്ങളോട് നിങ്ങളുടെ പ്രോഡക്റ്റിന്, നിങ്ങളുടെ സർവീസിന് വില കൂടുതലാണെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ വോയിസിലൂടെ ഒരു കാരണവശാലും എന്ത് പറയരുത്? എങ്കിൽ ഡിസ്കൗണ്ട് തരാം. സാറിന് എത്ര ഡിസ്കൗണ്ടാണ് ഞങ്ങൾ തരേണ്ടത്? ഞങ്ങൾ തന്നിരിക്കുന്ന കൊട്ടേഷനിൽ നിന്നും എന്തുമാത്രം പ്രൈസാണ് കുറയ്ക്കേണ്ടത്? ഡിസ്കൗണ്ട് എത്ര പെർസെൻറ്റ് വേണം? 10%, 20%? ഒരു കാരണവശാലും അങ്ങനെ ഒരു വോയിസ്, അങ്ങനെ ഒരു തിങ്കിങ്, അങ്ങനെ ഒരു ചിന്ത ഒരു സെയിൽസ് പേഴ്സന്റെ ഭാഗത്തു നിന്നും ആ സമയം ഉണ്ടാകാതെ നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കസ്റ്റമർ വില കൂടുതലാണെന്ന് നിങ്ങളുടെ അടുത്ത് സമർത്ഥിക്കുമ്പോൾ, ശരി ഞങ്ങൾ ഒരു 20% ഡിസ്കൗണ്ട് തരാം എന്ന് പറയുകയും ചെയ്താൽ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് രണ്ട് കാര്യങ്ങൾ? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, മൂല്യം, ഗ്യാരണ്ടി പോളിസി, അതിൻ്റെ ക്വാളിറ്റി, അതിനുപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിൻ്റെ സർവീസ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് സർവീസ് കൃത്യമായിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയാതെ, സമ്മതിക്കാതെ, അതിനെക്കുറിച്ച് സംസാരിക്കാതെ പിന്നെയും ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, നിലവാരത്തെക്കുറിച്ച് കസ്റ്റമർ ആ നിമിഷം എന്ത് ചെയ്യും? മെഷർ ചെയ്തിരിക്കും. അത്രമാത്രം ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു വില പറഞ്ഞ് ഇവർ അധിക ലാഭം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ധാരണയിലേക്ക് കസ്റ്റമർ ചിന്ത വളരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നോക്കാം. അങ്ങനെ ഒരു കസ്റ്റമർ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്, അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് അവർ പൂർണ്ണമായിട്ടും നമ്മുടെ അടുത്ത് ഓക്കെ പറഞ്ഞിരിക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആണ്. ആ കസ്റ്റമർ വിലയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ബെനിഫിറ്റുകളെക്കുറിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്, സർവീസ്, നമ്മുടെ സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ സർവീസിനെ കുറിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, പ്രോഡക്റ്റിനെ കുറിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, ബെനിഫിറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. വില മാത്രമാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രശ്നമായിട്ട് സാറ് കാണുന്നത് ഞങ്ങളുടെ വിലയാണല്ലേ, ബാക്കിയെല്ലാം സാറ് ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കസ്റ്റമറോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ചോദ്യങ്ങളിലൂടെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കസ്റ്റമറോട് നമുക്ക് ചോദിക്കാൻ സാധിക്കുമല്ലോ. ഈ വില എന്ന ഒബ്ജക്ഷനെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഫീച്ചർ ഇഷ്ടപ്പെട്ടു, ബെനിഫിറ്റ് ഇഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? സാറ് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാത്തത് വില കൂടുതലായതുകൊണ്ടാണ്, അത് അത്രയും വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ്, അതിനുള്ള പേയ്മെൻറ്റ് ഫണ്ട് സാറിന് ഇല്ലാത്തത് കൊണ്ടാണോ?
അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കസ്റ്റമറോട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, മൂല്യം അതിനേക്കാൾ അത് വളരെ ടോപ്പസ്റ്റിൽ നിൽക്കുകയും സാറിന് ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് ഉള്ള മെയിൻ റീസൺ നമ്മൾ അതിലേക്ക് വന്നു. അപ്പോൾ വിലയുടെ ഒരു വർധനവ് മാത്രമായിട്ടാണ് ഒരു കസ്റ്റമർ കാണുന്നത്. ഇനി വീട്ടിൽ ഈ ശരിയായ തീരുമാനമെടുക്കാൻ വീട്ടിലെ ആരുടെയെങ്കിലും ഉപദേശം സാറിന് തേടേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ, വൈഫിൻ്റെ, മക്കളുടെ, എൽഡർ ഓഫ് ദ ഫാമിലി, അങ്ങനെ ആരെങ്കിലും ഡിസിഷൻ എടുത്താൽ മാത്രമാണോ സാറിന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ? ആ കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷോറൂമിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ആ വ്യക്തിയെ കൂടി കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ ഇവരോട് പറയേണ്ടത്, വില കൂടുതലാണെങ്കിലും ഇതിൻ്റെ വില കൂടുതലാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു, വില കൂടുതലാണ്. മൂല്യത്തെക്കുറിച്ച് നല്ല പോലെ ഒരു അവയർനെസ് ആർക്ക് കൊടുക്കണം? കസ്റ്റമറിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വാല്യൂവിനെ കുറിച്ച് നല്ല ബോധ്യം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ തീരുമാനമെടുക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണ്, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ കസ്റ്റമർ താനെ വന്നോളും. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ആ വരുന്ന വ്യക്തിയെ നിങ്ങൾ ഓൾറെഡി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു. അയാൾക്ക് ഫീച്ചറിനെ കുറിച്ചും ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ എല്ലാം നല്ല അറിവ് കിട്ടിക്കഴിഞ്ഞു. ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന പ്രൈസിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കടമ്പ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്, ഒരു വലിയ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഫൈനലൈസേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ആ ഇഷ്ടപ്പെട്ട കസ്റ്റമറായിട്ട് ഒരു മീറ്റ്, ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്ത് വരുന്നു. ഒരു മീറ്റ് നിങ്ങൾ ചെയ്യുന്നു. അവരായിട്ട് ഒരു മീറ്റിംഗ് നിങ്ങളുടെ ഓഫീസിൽ വെച്ചോ, ഷോറൂമിൽ വെച്ചോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയോ, നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നോ നടത്തുമ്പോൾ, അങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആരാണ് ഡിസിഷൻ എടുക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവരുണ്ടാവും, ആ ഫാമിലിയോട് ഒപ്പം ചേർന്നിരിക്കുന്ന വൈഫ്, കുട്ടികൾ, എല്ലാവർക്കും ഐ കോണ്ടാക്റ്റ് ചെയ്ത് അവരോട് പറയേണ്ട കാര്യം എന്തായിരിക്കണം അവരോട് പറയേണ്ടത്? ഒരു കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഭാവിയിൽ അതുമൂലം നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ വരും? പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാം, റീപ്ലേസ്മെൻറ്റിന് വേണ്ടി കമ്പനിയെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ആളുകളെ വിളിക്കേണ്ടി വരും. ഒരു പ്രോഡക്റ്റ് എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. എന്താ? സമാധാനം നമുക്ക് വേണം. നല്ല അപ്ഡേറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ വേറെ ഒരു ബ്രാൻഡിലേക്ക് താങ്കൾ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഈ ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് വിട്ട് ലോക്കൽ ബ്രാൻഡിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടുള്ള നോളജ്, അറിവ് കൃത്യമായിട്ട് ആ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നം, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, അത് വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാം, കുറച്ച് സമയം കഴിഞ്ഞ് കംപ്ലൈൻറ്റ് വരാം. ഇതിനൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ക്വാളിറ്റി, വില കൂടുമ്പോൾ ക്വാളിറ്റി കൂടും. ഈ ഒരു ബോധ്യം കസ്റ്റമർക്ക്, അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ടുള്ള ബോധം, ആ പ്രോഡക്റ്റ് വാങ്ങിച്ച ശേഷം അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ മുടക്കുന്ന ഈ വലിയ തുക ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നും, ഇഷ്യൂകളിൽ നിന്നും കരുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ പൈസ മുടക്കി ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വരുന്ന ഭാവിയിൽ, വരുന്ന 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല, സേഫ് ആയിരിക്കും. ആ ഒരു ബോധ്യം ശരിക്കും ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത്, കസ്റ്റമറെ കൊണ്ട് കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റിലേക്ക്, ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള പർച്ചേസിങ് പവറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റിയാണ്.
ഉറപ്പായും ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം വളരെ മികവുറ്റ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം. ഒരു കാര്യം വളരെ നയപരമായിട്ട് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുകയും വളരെ സ്മൈലിംഗ് ഫേസോടെ എങ്ങനെ പെരുമാറണം, ഒരിക്കലും തർക്കിക്കാനോ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയോ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതെ അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സെയിൽസ് ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.